നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും അതെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്നും നമ്മൾ പഠിക്കും. ഇതിനായി നമ്മൾ ഒരു മഹത്തായ വ്യക്തിയുടെ വാക്കുകളാണ് പഠനവിധേയമാക്കുന്നത്. ആരാണെന്നല്ലേ? സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിതയായ വൻഗാരി മാതായിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവരുടെ നൊബേൽ സമ്മാന പ്രസംഗമായ വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന പാഠഭാഗം നമുക്ക് നോക്കാം. വൻഗാരി മാതായിക്ക് പരിസ്ഥിതിയോടുള്ള സ്നേഹവും അതിനെ സംരക്ഷിക്കാനുള്ള പ്രചോദനവും വന്നത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? അവരുടെ കുട്ടിക്കാലത്ത് കെനിയയിലെ ഗ്രാമങ്ങളിൽ പ്രകൃതിയെ നിരീക്ഷിച്ചതിൽ നിന്നാണ് അവർക്ക് പ്രചോദനം ലഭിച്ചത്. അവർ വളർന്നുവരുന്ന കാലത്ത് വലിയ കാടുകൾ വെട്ടിമാറ്റി വാണിജ്യപരമായ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നത് അവർ കണ്ടു. ഇത് അവിടുത്തെ ജൈവ വൈവിധ്യത്തെ നശിപ്പിക്കുകയും മരങ്ങൾക്ക് വെള്ളം സംരക്ഷിക്കാനുള്ള ശേഷിയില്ലാതാക്കുകയും ചെയ്തു. ഈ പ്രശ്നങ്ങൾ കണ്ടപ്പോൾ മാതായി എന്തു ചെയ്തു? 1977 അവർ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന ഒരു സംഘടന തുടങ്ങി. ഈ പ്രസ്ഥാനം തുടങ്ങാനുള്ള പ്രധാന കാരണം ഗ്രാമീണ സ്ത്രീകളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അവർക്ക് വിറക്, ശുദ്ധമായ കുടിവെള്ളം, നല്ല ഭക്ഷണം, പാർപ്പിടം, വരുമാനം എന്നിവയൊന്നും ലഭിച്ചിരുന്നില്ല. ആഫ്രിക്കയിൽ സ്ത്രീകൾക്കാണ് കൃഷി ചെയ്യാനും കുടുംബത്തെ പോറ്റാനും പ്രധാന ഉത്തരവാദിത്തം. അതുകൊണ്ടുതന്നെ പരിസ്ഥിതി നശിക്കുമ്പോൾ അതിന്റെ ദുരിതങ്ങൾ ആദ്യം അനുഭവിക്കുന്നത് അവരാണ്. വാണിജ്യപരമായ കൃഷി വന്നപ്പോൾ വീട്ടാവശ്യത്തിനുള്ള ഭക്ഷ്യവിളകൾ ഇല്ലാതായി. ഇതവർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കി. ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായി വൻഗാരി മാതായി തെരഞ്ഞെടുത്തതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മരം നടൽ. മരം നടുന്നത് വളരെ എളുപ്പമുള്ളതും വേഗത്തിൽ ഫലം ലഭിക്കുന്നതും ആയ ഒരു കാര്യമാണ്. ഇത് ആളുകളുടെ താൽപ്പര്യവും പ്രതിബദ്ധതയും വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് വഴി ഏകദേശം 30 ദശലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. ഇത് ഇന്ധനം, ഭക്ഷണം, പാർപ്പിടം, വരുമാനം എന്നിവ നൽകി. കൂടാതെ ഈ പ്രവർത്തനം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും മണ്ണിന്റെയും നീർത്തടങ്ങളുടെയും നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്തു. തുടക്കത്തിൽ ഈ സംഘടന ജനാധിപത്യത്തെക്കുറിച്ചോ സമാധാനത്തെക്കുറിച്ചോ സംസാരിച്ചിരുന്നില്ല. പക്ഷേ പരിസ്ഥിതിയെ സംരക്ഷിക്കണമെങ്കിൽ ഒരു ജനാധിപത്യപരമായ ഭരണം ആവശ്യമാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ മരം കെനിയയിലെ ജനാധിപത്യ പോരാട്ടത്തിന്റെ ഒരു പ്രതീകമായി മാറി. അഴിമതി, അധികാര ദുർവിനിയോഗം, പരിസ്ഥിതി നശീകരണം എന്നിവയെ ചോദ്യം ചെയ്യാൻ ഇത് ജനങ്ങളെ പ്രേരിപ്പിച്ചു. പിന്നീട് മരം സമാധാനത്തിന്റെയും തർക്കപരിഹാരത്തിന്റെയും പ്രതീകമായി മാറി. കിഴക്കൻ ആഫ്രിക്കയിലെ കിഴുകുയു ഗോത്രത്തിൽ വഴക്കിടുന്നവർക്കിടയിൽ ഥിഗി മരത്തിന്റെ ശാഖ വയ്ക്കുമ്പോൾ അവർ വഴക്കവസാനിപ്പിച്ച് അനുരഞ്ജനത്തിന് ശ്രമിച്ചിരുന്നു. ഇത്തരം പാരമ്പര്യങ്ങൾ പരിസ്ഥിതിയെ സംരക്ഷിക്കാനും സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താനും സഹായിക്കുന്നു. ഇനി നമ്മൾ ഈ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. നമ്മുടെ ചിന്തകളിലൊരു മാറ്റം വരാൻ സമയമായെന്ന് മാതായി പറയുന്നു. നമ്മുടെ ജീവിതത്തെ താങ്ങി നിൽത്തുന്ന ഈ ഭൂമിയെ നശിപ്പിക്കുന്നത് നമ്മൾ നിർത്തണം. ഭൂമിയുടെ മുറിവുകൾ ഉണക്കാൻ നമ്മൾ സഹായിക്കണം. അതിലൂടെ നമ്മുടെ മുറിവുകളും ഉണങ്ങും. സമാധാനമില്ലാതെ വികസനമില്ല. സുസ്ഥിരമായ പരിസ്ഥിതി സംരക്ഷണവും ജനാധിപത്യപരമായ അന്തരീക്ഷവുമില്ലാതെ വികസനവുമില്ല എന്നും അവർ പറയുന്നു. പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ അവർ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ പങ്കുവയ്ക്കുന്നുണ്ട്. അവരുടെ വീട്ടിനടുത്തുള്ള ഒരു അരുവിയെക്കുറിച്ച്. അവിടെ നിന്ന് അവർ അമ്മയ്ക്ക് വെള്ളമെടുത്തിരുന്നു. ആ അരുവിയിലെ തെളിഞ്ഞ വെള്ളത്തിൽ നിറയെ തവളക്കുഞ്ഞുങ്ങൾ നീന്തിക്കളിച്ചിരുന്നു. പക്ഷേ 50 വർഷത്തിനു ശേഷം ആ അരുവി വറ്റിപ്പോയി. സ്ത്രീകൾക്ക് കുടിവെള്ളത്തിനായി ഒരുപാട് ദൂരം നടക്കേണ്ടി വന്നു. കുട്ടികൾക്ക് അവരുടെ പാരമ്പര്യമായി ലഭിക്കേണ്ട ആ സൗന്ദര്യവും വിസ്മയവും നഷ്ടപ്പെട്ടു. അതുകൊണ്ടുതന്നെ തവളക്കുഞ്ഞുങ്ങളുടെ ആ വീട് തിരികെ നൽകാനും നമ്മുടെ കുട്ടികൾക്ക് സൗന്ദര്യമുള്ള ഒരു ലോകം തിരികെ നൽകാനും നമ്മൾ പരിശ്രമിക്കണം. ഇതാണ് നമ്മുടെ തലമുറയുടെ വെല്ലുവിളി എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടികളെ, വൻഗാരി മാതായിയുടെ ഈ വാക്കുകൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? പരിസ്ഥിതി സംരക്ഷണമെന്നത് വെറും മരങ്ങൾ നടുന്നതിലൊതുങ്ങുന്നില്ല. അത് ജനാധിപത്യം, സമാധാനം, സ്ത്രീ ശാക്തീകരണം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ഈ ഭൂമിയെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുണ്ട്. എല്ലാവർക്കും നന്ദി.